ചേട്ടാ ഇത് നമ്മുടെ സേഡി ചേച്ചിയുടെ ഭർത്താവായ SP അല്ലേ? ഇതേതാ ഈ കുട്ടി? ഇതത് തന്നെ ഉറപ്പാ. നമുക്ക് പോവാമേ. ഇതഭിഹിതം തന്നെ. ചുമ്മാതല്ല ചേച്ചി ദിവസവും ഇയാളെ ഫോളോ ചെയ്യുന്നത്. ഇഷ്ടമായി നോക്ക്. ചേച്ചി വിചാരിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത രഹസ്യം ഞാൻ കണ്ടുപിടിച്ചു. ഈ KP സതീശൻ സേഡി പണിയിൽ വിജയം കൈവരിച്ചിരിക്കുന്നു. ഇവിടെ ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ആണോ? എന്നാ കഴിച്ചോ. ഇത് ഞാൻ കലക്കും. എന്നാ മുഴുവൻ കഴിച്ചോ. നമുക്കൊരു ഫോട്ടോ എടുത്ത് അമ്മയ്ക്ക് അയച്ചു കൊടുക്കാവേ. ദേ നോക്കിയേ. സ്മൈൽ. സ്മൈൽ. ഇയാളെന്തിനാ ഇപ്പൊ വിളിക്കുന്നത്? ഹലോ ചേച്ചി, ഇത് ഞാനാ, KP സതീശൻ, കൊച്ചാലുമൂട് സ്റ്റാൻഡ്. ഓ, അതൊക്കെ മനസ്സിലായി. കാര്യം പറയാൻ എന്തിനാ വിളിച്ചേ? അത് പിന്നെ എനിക്ക് ചേച്ചിയോട് ഞെട്ടിക്കുന്നൊരു കാര്യം പറയാനുണ്ട്. നീ കണ്ടോ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഒരു കാരണവശാലും ഈ അവസരം കൈവിടാൻ പാടില്ല. സതീശൻ ദത്തനെ ഫോളോ ചെയ്യണം. ആ കുട്ടിയെ കൊണ്ട് ദത്തൻ എങ്ങോട്ടാ പോകുന്നതെന്ന് നോക്കണം. അത് ഞാൻ ഏറ്റു. പക്ഷെ CID ചേച്ചി എന്നെ ശിഷ്യനാക്കണം. ആദ്യത്തെ മിടുക്കനാണെന്ന് തെളിയിക്ക്. എന്നിട്ട് ആലോചിക്കാം ശിഷ്യനാക്കണോ വേണ്ടോ എന്ന്. അവരെങ്ങോട്ടാ പോകുന്നെന്നുള്ള കൃത്യമായ ഇൻഫർമേഷൻ എനിക്ക് അപ്പൊ കിട്ടണം. അത് ഞാൻ ഏറ്റു. ചേച്ചി ധൈര്യമായിട്ടിരിക്കും. ആ സാർ കൊച്ചിന് ഐസ്ക്രീം കോരി കൊടുക്കണം. ഇത് അവിഹിതം തന്നെ ചേച്ചി, ഉറപ്പാ. പറഞ്ഞു കാര്യം ചെയ്യും. ശരി ചേച്ചി. വാ നമുക്ക് പോവാമേ. ഹലോ, മാഡം, ഞാൻ പിന്നാലെ തന്നെ ഉണ്ട് മാഡം. അപ്പൊ ഞാൻ ന്യൂസ് തരാം. ഓവർ ഓവർ. ഒന്ന് വേഗം പോ ചേട്ടാ. ചേച്ചി, ഞാൻ സ്ഥലം സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു. എവിടെയാ സതീശ? ചേച്ചി വിഷമിക്കണ്ട, ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. ശരി, താൻ അവിടെ തന്നെ ഉണ്ടാവണം. ഞാൻ ഉടനെ എത്താം. ശരി ചേച്ചി. ശരി. ചേട്ടാ, ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോണേ. ചേട്ടാ വേഗം പോയിട്ടാ.
എന്റെ CID ജീവിതത്തിലെ ഒരു അവിസ്മരണീയ മുഹൂർത്തമായിരിക്കും ഇത് ഞാൻ കലക്കി വാരും. ആഹാ, ലെഫ്റ്റ്. വാ അറിയുമോ പതുക്കെ. ആ മോളുടെ അമ്മ ഇപ്പോ വരും. അതുവരെ നമുക്ക് ഇവിടെ കഥയൊക്കെ പറഞ്ഞിരിക്കാം. വാ ഇവിടെ ഇരുന്നോ. ഐസ്ക്രീം എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ഇടുക്കി കുട്ടിയായിട്ടിരുന്ന ഇനിയും മേടിച്ചു തരാം കേട്ടോ. ആ നല്ല ഹെയർ സ്റ്റൈൽ ആണല്ലോ. ആരെയും മുടി എടുത്തത്? അമ്മയോ? അമ്മയാണ്. കൊള്ളാലോ. ഒരു ഉമ്മ വന്നേ. ഈശ്വരാ, ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണേ. അമ്മ വന്നു. ഓ അത് ശരി, കൂട്ടുകക്ഷി പോലീസുകാരി തന്നെയാണല്ലേ. CID ചേച്ചി ഒന്ന് വേഗം വാ. ഈ ദാരുണ ദൃശ്യം കാണിച്ചു തരാൻ എനിക്ക് കൊതിയാവുക. മോക്ക് വിശക്കുന്നുണ്ടോ? ഇല്ലമ്മേ, ഞാൻ ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ കഴിച്ചായിരുന്നു. സാറിന് ബുദ്ധിമുട്ടായല്ലേ? ഏയ് എന്ത് ബുദ്ധിമുട്ട്, ഇതൊക്കെയല്ലേ ഒരു പരസ്പര സഹകരണം എന്ന് പറയുന്നത്. അമ്മ അനിയത്തിയുടെ വീട്ടിൽ പോയതുകൊണ്ടാ സാർ. അല്ലെങ്കിൽ ഞാനില്ലാത്ത ദിവസം അമ്മയാ കുഞ്ഞിനെ വിളിച്ചോണ്ട് വരുന്നേ. ഓ ആ എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സുജാതെ. അയ്യോ അത് പറ്റില്ല, ഒരു ചായ കുടിച്ചിട്ട് പോവാ സാർ. അല്ല താൻ മുഷിഞ്ഞു വന്നതല്ലേ, ഇനിയിപ്പോ അതിനൊന്നും മെനക്കെടണ്ട. എന്ത് മെനക്കേട്? എന്തായാലും എനിക്ക് ചായ ഇടണം. ഒരു കപ്പ് കൂടി കൂടുതൽ ഇട്ടെന്ന് വെച്ചാ എന്താ? ഒരു 5 മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ. സാർ വാ. ഈശ്വര, കഥ അകത്തേക്ക്. ഇനി ഇവിടെ എന്ത് സംഭവിക്കാം? വാ സാറേ. CID ചേച്ചി ഇതോടെ പോയി കിടക്കുക. സാർ ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാം.